ഹായ് ഹലോ. ഓ കൊതിയോണേ കൊതിയോണേ. അമ്മയ്ക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ് നാടനായിട്ടും മോഡേൺ ആയിട്ടും. എന്റെ വായിലൊക്കെ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. ഓ എന്റെ കളറൊക്കെ. കലശം ചിക്കൻ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഉള്ളിയാണ് ഇത് മുഴുവൻ പിടിച്ചിരിക്കണത്. അച്ഛനാണെങ്കിൽ പറഞ്ഞിട്ട് എനിക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തേക്ക് 1 മണിക്കൊന്നും ഇതാവാൻ പോണില്ല. എന്റെ ദൈവമേ. ഇന്നിപ്പോ ഞാനും എന്റെ അമ്മുവിന്റെ കൂടെ ചിക്കൻ എങ്ങനെയുണ്ട്? ഉള്ളി പൊളിക്കലൊരു വലിയ ടാസ്ക് അല്ലേ? ഭയങ്കര ടേസ്റ്റാ. ചിക്കൻ സൂപ്പറുണ്ട്. നാട്ടില് അമ്മ ഉണ്ടാക്കണത് ഉരുളിയിലാണ്. കിടന്ന് വഴറ്റി 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 വഴറ്റി. അതെ, ഈ തേങ്ങാക്കൊത്ത് മസ്റ്റ് ട്രൈ ആട്ടോ, മസ്റ്റ് ട്രൈ. കിഡില്ല സാധനമാണിത്. അപ്പൊ എന്ന് പറയുമ്പോ ഞാനൊരു അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നൊരു കാര്യമാണത്. അത് നല്ലോണം ഡ്രൈ ആയി. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. അതൊക്കെ അത് സർപ്രൈസ്. കലശൻ ചിക്കൻ. അതെ, ഹായ് ഹലോ. സ്ഥിരമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാറ് ബേക്കിംഗ് വീഡിയോ ആണ്. ഇനി ഒരു 2 മാസത്തേക്ക് ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ട് വേറെ കുറച്ച് പുതിയ ഐറ്റംസ് മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. 2 മാസത്തേക്ക് ഇവിടെ അച്ഛനും അമ്മയുണ്ട്. അമ്മയ്ക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ് നാടനായിട്ടും മോഡേൺ ആയിട്ടും ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതില് എന്താ പറയാ, ഒരു വെറൈറ്റി അല്ലെ, അധികം ആൾക്കാർ കാണാത്ത ടൈപ്പിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ കാണിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ. അപ്പൊ ആ ഐറ്റം എന്താന്നുള്ളത് ഞാൻ അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. നമുക്ക് തുടങ്ങിയാലോ? സോ വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാനും എൻ്റെ അമ്മുവിൻ്റെ കൂടെ കുറച്ച് ഇപ്പോൾ ഇവർ വീട്ടിൽ വരണ സമയത്തുമൊക്കെ ഇവർക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പറയണത് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഐറ്റം അധികം എനിക്ക് തോന്നുന്നില്ല, ഒരു ചിക്കനും ഗീ റൈസുമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൽ ചിക്കൻ്റെ റെസിപ്പി അത്ര കോമൺ ആണെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഗീ റൈസാണ്. ഗീ റൈസ് കുറേ റെസിപ്പീസ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ അതിൽ നിന്ന് ഇതിൻ്റെ ബെസ്റ്റും പിന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിക്കൻ്റെ കാര്യം പറയുമ്പോൾ വീട്ടിലൊക്കെ പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കലശം വയ്ക്കും. വീട്ടിലൊരു ചെറിയൊരു അമ്പലവും. അപ്പം നിങ്ങൾക്ക് തോന്നും അമ്പലത്തിൽ ചിക്കൻ ഉണ്ടാവും, പക്ഷേ കാരണവന്മാരെ പ്രതിഷ്ഠിച്ചേക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അവർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കനാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ചിക്കൻ അന്നൊക്കെ നമ്മൾ ബോണുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതെല്ലാം പുരട്ടി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 2 സ്പൂൺ, ഇപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും. പണ്ടൊന്നും ചിക്കൻ മസാലയൊന്നും ഇല്ല, ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നല്ല ടേസ്റ്റിൽ പണ്ടുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ചൂടാക്കുക. പിന്നെ ഈ പറഞ്ഞ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൽ പുരട്ടി വെച്ചിരിക്കണതാണ്. എത്ര സമയം കൂടുതൽ പുരട്ടിയിരിക്കണോ അത്രയും ടേസ്റ്റാണത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനിത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് കഴിച്ചേക്കണത്. ദി ബെസ്റ്റ് ആയിരുന്നു ഈ സംഭവം. ഇത് ഇന്നത്തെ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് വേറെ പറയാം. അതെ, ബാക്കി അമ്മ പറയട്ടോ. അതെ, അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പിള്ളേരും അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കണ ഒരുപാട്. ഞാനൊരു ഭയങ്കര ഫുഡിയാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ചൂസും. എല്ലാത്തിനും അവള് ഇപ്പോഴേ പറയും ടേസ്റ്റും ഇതൊക്കെ. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്, പിന്നെ ഇപ്പൊ ചിക്കനിൽ ഇതെല്ലാം ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട്. അപ്പോൾ ചെറിയ ഉള്ളി എത്രത്തോളം നമുക്ക് ചേർക്കാമോ അത്രയും ടേസ്റ്റാണ് ചെറിയ ഉള്ളി
ചെയ്യാനായിട്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇപ്പം നമുക്ക് നാട്ടിലെ പോലെ തേങ്ങ പൊട്ടിച്ച് കൊത്തിയെടുക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കിട്ടണ അവൈലബിൾ ആയിട്ടുള്ള തേങ്ങാക്കൊത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് കുക്ക് ചെയ്യണ വിധം ഞാൻ കാണിക്കാം. ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷനിലും ഈ ചെറിയ ഉള്ളിയും ഒക്കെയാണ് ഇതിന് നമുക്ക് സ്വാദ് തരണ കാര്യങ്ങൾ. പിന്നെ നാട്ടില് അമ്മ ഉണ്ടാക്കണത് ഉരുളിയിലാണ്. അതെ 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 കിടന്ന് വഴറ്റി 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 അതെ, അടുപ്പും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിൽ ഉരുളിയിലാണ്. അപ്പോൾ അത് എത്രത്തോളം കിടന്ന് നാച്ചുറലായിട്ട് ഫ്രൈ ആയി വരണോ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റണ പാനിൽ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ചിക്കൻ്റെ അത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ ഗീ റൈസ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ഈസി ആയിട്ട് ഒരു കുക്കറിൽ ഒരു ഗീ റൈസ് ഉണ്ടാക്കണ ഒരു ഇതാണ് ചെയ്യാൻ പോണത്. കൈമാ റൈസാണ് ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ചൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗീ റൈസ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഫേവറേറ്റ് ആണ് അവളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് കൈമാ റൈസ് കഴുകി അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ സവോള, അത് ഗാർണിഷ് ചെയ്യാനും കുറച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലിടാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് വെക്കുമ്പോൾ ഇങ്ങനെ വിടിയിച്ച് വെക്കണം. സവാള ഇങ്ങനെ ഓരോരോ ഇതായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കിയാൽ തന്നെ നമ്മുടെ ഇത് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അത് നല്ലതായിട്ട് വരും. ഗാർണിഷ് ചെയ്യാനും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ സ്പൈസസ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ബേ ലീഫ്, ഒരു 3-4 ഏലക്ക, ഇത് സിനമൺ, പിന്നെ ഗ്രാമ്പു, അത്രയാണ് അതിൽ വരുന്ന സ്പൈസസ്. പിന്നെ ഇത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതാവാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇത് കുറച്ച് റേസിൻസ് ഉണ്ട്. കാഷ്യൂനട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും ഇടാട്ടോ. എല്ലാവർക്കും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ അത് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ പിള്ളേർ പറയും അധികം കാഷ്യൂനട്ടും ഇതും വേണ്ട എന്ന് പറയും, റേസിൻസും വേണ്ട എന്ന് പറയും. ചിലർക്ക് അത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. അപ്പൊ കാഷ്യൂനട്ടും ആഡ് ചെയ്യണത് നല്ലത് തന്നെയാണ്. പിന്നെ നെയ്യ്. അമ്മ ഇതൊക്കെ നിന്ന് പറയുമ്പോഴേ ഇപ്പൊ ഞാൻ ബേക്കിംഗ് വീഡിയോ എടുക്കുമ്പോ കുഞ്ചു എന്റെ കൂടെ നിന്ന് ഇതൊക്കെ പറയും. എനിക്ക് ആ ഒരു ഫീലാണ്. അമ്മ എന്ന് പറയുമ്പോ ഞാനോട് അമ്മ നല്ല കുക്കാട്ടോ, എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അതുപോലെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. കുഞ്ചൂസ് ആണെങ്കിലും അതെ. പിന്നെ ഞങ്ങള് കുർത്ത ഇട്ടേക്കണണ്ട് നാട്ടിൽ നിന്ന് കുർത്ത വേണമെന്ന് പറഞ്ഞിട്ട് കൊച്ചിച്ച വാങ്ങിച്ച് കൊടുത്തു വിട്ടതാ. അപ്പൊ അവർക്കും ഞങ്ങളുടെ പോലെ തന്നെ കുർത്ത ഇട്ടെന്ന് പറഞ്ഞ് ഇട്ട് നിൽക്കണം. ഞങ്ങൾ ഇടിച്ചേണം. അതിന് നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ 12 മണി കഴിഞ്ഞിട്ട് 1 മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് തുടങ്ങി. പക്ഷെ വീഡിയോ ഒക്കെ ലേറ്റ് ആയി. അച്ഛൻ ചീത്ത പറയുമെന്ന് പറഞ്ഞൂടാ. വല്ല ഒരു കുഞ്ഞുമാവണ്ടേ, അപ്പൊ അവളെയൊക്കെ ഉറക്കി അതൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് നമ്മള് തുടങ്ങണം. അപ്പൊ നമ്മള് 2 പാത്രം അത് തന്നെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഗീ റൈസിനുള്ളത്, ഗീ റൈസിന്റെ ഇതെല്ലാം സെറ്റാക്കി ഇതിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചന്റെ ചിക്കനുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് 2 സ്പൂൺ നെയ്യ് ഇട്ടു. പിന്നെ അതിന്റെ കൂടെ കുറച്ച് മറ്റേ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. പക്ഷെ ഗീ റൈസ് ആകുമ്പോൾ ഗീ മാത്രമാണ് അതിന്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസിൽ പെരിഞ്ജീരകം, ഗ്രാമ്പു, ഏലക്ക, സിനമൺ, ബേ ലീഫ്, ഇത്രയും നമ്മൾ ഇട്ടിട്ട് നമുക്കതൊന്ന് പതുക്കെ അതിന്റെ ഒരു ചൂടാവണം. ചൂടായി അതിന്റെ ഒരു പച്ച ഒരു സ്മെല്ല് പോലെ ഉണ്ടാവില്ലേ. അപ്പൊ അത് ഇതെല്ലാം ചൂടായി വരുമ്പോ നല്ലൊരു സ്മെല്ല് വരും. നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോ കുഞ്ചൂസിന് നെയ്യ് അതെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യിന്റെ സ്മെല്ല്. നെയ്യ് എത്ര വേണമെങ്കിലും അവൾ കഴിച്ചോളും. ഇതൊന്ന് ഒരു 2 മിനിറ്റ് വേണ്ട, ഒന്ന് ബേ ലീഫൊക്കെ ഇങ്ങനെ ഇതായി തുടങ്ങി കുറച്ചൊരു ചെറുതായിട്ടൊരു അതെ ബബിൾസ് ഒക്കെ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാള മുഴുവൻ വേണ്ട, കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. അത് ബ്രൗൺ കളർ ആവൊന്നും വേണ്ട കേട്ടോ, അത് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് റൈസിന് തന്നെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പൊ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി നമുക്ക് സവാള. സവാള ഇതിന്റെ കളറ് നമുക്ക് ഈ കുക്കറിന്റെ കളറ് ആയിരുന്നു.
അത് നമ്മൾ ഈ ഡിഷ് വാഷറിൽ കഴുകണത് കൊണ്ടാണ് ഇതിന്റെ ഒരു മറ്റു വെച്ച അതിന്റെ ഒരു കളറ് മങ്ങി. അത് അതിൽ വെക്കുന്നോണ്ടാണ് കഴുകാൻ രാത്രി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ചെയ്യുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുക്കർ അടിപൊളിയാണ്. അതെ, കളർ പോയി. ഇനി നമ്മൾ റൈസ് നല്ലോണം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് നമ്മൾ ഇടുന്നത്. ഇനിയൊരു 2-3 മിനിറ്റ് ഇതിൽ നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. അപ്പം ആ സമയത്ത് കുറച്ച് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചൂടായി പോവും. അപ്പോൾ വേണമെങ്കിൽ സമയം നോക്കാം. ഞാനിങ്ങനെ സമയം ശ്രദ്ധിക്കാറുണ്ട്. ഒരു 3 മിനിറ്റ് 27 ആകുമ്പോൾ ഒരു 3 മിനിറ്റ് അത് ഫ്രൈ ചെയ്യണം. ആ സ്റ്റെപ്പൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ ചോറൊക്കെ നമുക്ക് നല്ല വിട്ട് കിട്ടും. 3 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 1 കപ്പിന് 1.5 കപ്പാണ് വെള്ളം ചേർക്കേണ്ടത്. അത് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം. അപ്പം ഞാനിവിടെ കെറ്റിലിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തിളച്ചാലും കുഴപ്പമില്ല, ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചാലും ചൂടായ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. ഇത് നമ്മൾ 3 മിനിറ്റ് തന്നെ ഇത് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചോറ്. പിന്നെ ഏറ്റവും ഈ കുക്കറിൽ ഉണ്ടാക്കണതിൻ്റെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ, ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു പാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പം അല്ലാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ റൈസ് വേറെ വേവിച്ചു, പിന്നെ ഇത് വഴറ്റി അതിലേക്ക് ചേർത്തു, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് ഈസിയാണ് കേട്ടോ ചെയ്യാൻ ഈസിയാണ്. പിന്നെ ആകെ നമ്മൾ വേറൊരു പാൻ ഉപയോഗിക്കുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ആ റേസിൻസും മറ്റേ സവാള ഫ്രൈ ചെയ്യാൻ ഗാർണിഷ് ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്യാൻ മാത്രമേ നമുക്ക് വേറെ ഇതിന്റെ ആവശ്യമുള്ളൂ. ഞാനിവിടെ കൈകെട്ടി നിൽക്കണമെന്ന് വെറുതെ ഉള്ളൂ കേട്ടോ, ഇപ്പോഴാണ് കൈകെട്ടി നിൽക്കുന്നത്. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് എൻ്റെ ഈ കരങ്ങളുണ്ടായിരുന്നു. ഉള്ളി പൊളിക്കലൊരു വലിയ ടാസ്ക് അല്ലേ? അതെ തീർച്ചയായിട്ടും. നാട്ടിലൊക്കെ ഇത് പീൽ ചെയ്ത് കിട്ടും. നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാമാർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റില് നല്ല തെലങ്കാന ടൈപ്പ് ഉള്ളിയൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് അത്രയും അങ്ങനെ കിട്ടൂല. ഇന്നലെ ഇവര് പോയി ഇവിടുത്തെ മലയാളി കടയിൽ നിന്ന് ഉള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ തന്നെ ഇരുന്ന് പൊളിക്കണം ഇവിടെ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കാലത്തേക്ക് റെഡിയാക്കി എല്ലാം ചെയ്തു വന്ന് ഇത്രയും സമയമായി. കൊച്ചിനെ ഉറക്കി. അച്ഛനാണെങ്കിൽ പറഞ്ഞിട്ട് എനിക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തേക്ക്, 1 മണിക്കൊന്നും ഇതാവാൻ പോണില്ല. കഴിക്കാനുള്ളതാണോ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യാൻ പോണേന്ന് ചോദിച്ചിരുന്നു. സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പിളൊക്കെ 1 മണി വരെ എങ്ങനെയെങ്കിലും ഒക്കെ. അതെ. ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു 3 മിനിറ്റ് ആയി കണ്ട. ഇപ്പൊ റൈസ് ഇങ്ങനെ ഒന്നിങ്ങനെ ഇതുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ആ വെള്ളമയമൊക്കെ നല്ലോണം പോയി നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് വെച്ച് 2 കപ്പ് റൈസ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ 3 കപ്പ് വെള്ളമാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇടുമ്പോഴും ഒരു ശകലം മുമ്പിട്ടിരിക്കുന്ന രീതിയിൽ ഇട്ടോളൂ, അപ്പോഴാണ് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പം ഇപ്പം ഞാനിതിലൊരു 3 സ്പൂൺ, ഈ ചെറിയ സ്പൂണാണ് ഇതിൽ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അത് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിപ്പോൾ നല്ല ഇത് തിളച്ച് തുടങ്ങിയില്ലേ കണ്ട, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഇത് തിളയ്ക്കും. ഞാനിതിൻ്റെ ഇത് ഇത്തിരി കൂട്ടിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നല്ലോണം തിളയ്ക്കണം. ഇത് കണ്ടോ, ഇപ്പം നല്ലോണം തിളച്ചു. പിന്നെ നമുക്ക് കുക്കർ അടയ്ക്കാം. ഈ ഇപ്പം നമ്മൾ ഒട്ടും ഫ്ലെയിം കുറയ്ക്കരുത് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഈ ഇനിയും ഫ്ലെയിം കുറയ്ക്കരുത്. ഒരൊറ്റ വിസിലടിക്കുക, ഒരൊറ്റ എണ്ണം. അപ്പൊ പിന്നെ ഇതിനെയും പിന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോയോ പ്രഷർ പോയോന്ന് നമ്മൾ തുറന്നു നോക്കണ്ട. അതങ്ങനെ ഇരുന്ന് ഇതിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഒന്നും ചെയ്യണ്ട. ഇതിൽ തന്നെ വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇവിടെ തന്നെ വെക്കാം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇപ്പൊ ഇതാ വിസിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിസിൽ വന്നു. അപ്പൊ നമ്മളത് മാറ്റി വെച്ചു. ഇനി ഇടയ്ക്ക് ഇത് പ്രഷർ പോയോന്ന് നമ്മൾ തുറന്നു നോക്കണ്ട, അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഇത് നെയ്യിൽ തന്നെ വറക്കണതാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ ബാക്കി നമുക്ക് അതിലേക്ക് ചേർക്കുകയും ചെയ്യാം നമ്മളത് തുറക്കണ സമയത്ത്. അപ്പോൾ ഇത്തിരി ആദ്യം കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതാണല്ലോ ചെയ്യാം. അതാദ്യം എടുത്തു. പിന്നെ പ്ലേറ്റ് എടുക്കട്ടെ. ഇത് റേസിൻസ് മാറ്റിയിട്ട് ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്യണം. സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം ഫ്ലെയിം വേണ്ട, എന്ന് വെച്ചാൽ പെട്ടെന്ന് അത്
കരിഞ്ഞു പോകും. ബ്രൗൺ കളറിൽ കിട്ടുമ്പോഴാണ് നമുക്കത് ഇടാനായിട്ട്, അത് ഇട്ട് കഴിഞ്ഞാലും കാണാനും ഭംഗി, നമുക്കതിൻ്റെ ടേസ്റ്റും. ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരും അപ്പുവൊക്കെ പറയും ഇതിൻ്റെ സവാള ക്രിസ്പി ആയിട്ട് ആ കളറ് ബ്രൗൺ കറക്റ്റ് ആവണമെന്ന്, എന്നാലാണ് അതിൻ്റെ സ്വാദ്. അത് അപ്പൊ പറഞ്ഞ അമ്മ ഈ മുന്തിരി ഇത്ര കഴിക്കാൻ പറ്റും. അതെ അതെ. അപ്പം ഇനി ഇതൊരു പകുതി പാകമായി. അപ്പം നമുക്ക് കുറച്ചൊരു പഞ്ചസാര നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ടും നമ്മളത് കോരി മാറ്റി വെച്ചാലും തണക്കാതെ ഇരിക്കും. അപ്പം അത് കൊണ്ടു. അപ്പം അമ്മ അങ്ങോട്ട് പോയി അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഇതായി തുടങ്ങി. ഒരു ശകലം സമയമാണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഗീ റൈസിൻ്റെ നമ്മൾ അതിനെയും പ്രഷർ പോകണം. ഗാർണിഷ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കൂടുതൽ സ്വാദ്. അപ്പം അത് കുറച്ച് കൂടുതൽ ഒഴിക്കുക. എന്നുവെച്ചാൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണമല്ലോ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കറിവേപ്പില കിട്ടണത് നമുക്ക് ഫ്രോസൺ ആണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ കൊല്ലമുളക് ഒക്കെ ഇട്ട് കടുവറക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാത്തിനും ഒക്കെ സ്വാദം ഉണ്ടാവണ ഒരു കാര്യം. കറിവേപ്പില അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്തോരം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്വാദ്. ഇവിടെ ഇപ്പോൾ നമുക്കുള്ള ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കടുക്, നമ്മുടെ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തും നമ്മുടെ പച്ച തേങ്ങ കൊത്തിയാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇടാം. ഇവിടെ നമുക്ക് ഈ വളരെ തിന്നായിട്ടുള്ള തേങ്ങാക്കൊത്താണ് മേടിക്കാൻ കിട്ടിയേക്കണത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ഇടാത്തത്. നാട്ടിൽ നമുക്ക് ഇത് ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും, ഇടണം. എന്നാലാണ് തേങ്ങാക്കൊത്തും നല്ലോണം പാകാവുള്ളൂ. ഇതൊരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതാണ് നേരത്തെ അമ്മ പറഞ്ഞില്ലേ, നമ്മൾ ഉരുളിയിൽ അടുപ്പത്തൊക്കെയാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ആയി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. തേങ്ങാക്കൊത്ത് നമുക്ക് ഇവിടെ ഒരു കോഫ്ലാൻഡ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു എന്നാണ് അമ്മു പറഞ്ഞത്. അപ്പോൾ എന്തായാലും തിന്നായിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ടേസ്റ്റ് ഉണ്ടല്ലോ, തേങ്ങാക്കൊത്ത് കടിക്കണൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്മേ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതൊക്കെ നമുക്ക് ഇനി അവസാനം നോക്കിയിട്ട് ബാക്കിയതനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നല്ലൊരു സ്മെല്ലാണ് ഇതൊക്കെ ഇങ്ങനെ ആയി വരുമ്പോൾ. ചെറിയ ഉള്ളിക്ക് തന്നെ നല്ലൊരു വാസനയാണല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ ചിക്കൻ പുരട്ടി വെച്ച് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മുമ്പൊക്കെ നമുക്കിത് ഒരു കലശം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇതിനു വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മല്ലിയും മുളകും ഒക്കെ വറുത്ത് പൊടിച്ച്, കുരുമുളകും ഒക്കെ ഒരുമിച്ച് പൊടിച്ച്, ഭയങ്കര ഒരു സ്മെല്ലാണത്. ഇതുപോലെ നമുക്കിപ്പോൾ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് എല്ലാ പൊടികളും അവൈലബിൾ ആണ്. അങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കാൻ നമ്മൾ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സ്വാദാണ്. അപ്പോൾ എൻ്റെ വീട് ആലങ്ങാട് അടുത്താണ്, കൊടുവഴങ്ങ. അവിടെയാണ് എൻ്റെ സ്വന്തം വീട്. ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നതാണ് കടുങ്ങല്ലൂർ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നൊരു കാര്യമാണത്. അപ്പം ഞാനത് നമ്മൾ അത്രയും ഇതായിട്ട് ചെയ്തില്ലെങ്കിലും മാക്സിമം അതുപോലെ വരാൻ വേണ്ടി ചെയ്തപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവരൊക്കെ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഇതുണ്ടാക്കണം എന്ന് പറയും. അവസാനം നമ്മൾ ഇളക്കി ഉള്ളിയൊക്കെ നല്ലൊരു പേസ്റ്റ് പോലെ ആവും. ഇനിയും നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ചേർക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഇപ്പം നമ്മൾ പുറത്തുനിന്നല്ലേ വാങ്ങിക്കുന്നതൊക്കെ ചിക്കൻ. അപ്പം അതിൻ്റെ വെള്ളം മാക്സിമം കഴുകി വെച്ചിട്ട് മാക്സിമം അത് വെള്ളം നല്ലോണം കളഞ്ഞെടുക്കണം. അപ്പം നമ്മളിത് ഡ്രൈ ആയിട്ടുള്ള ചിക്കനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ തിളച്ച് വരും. നമുക്കറിയാമല്ലോ കുക്ക് ചെയ്യുമ്പോൾ.
അപ്പൊ ഇത് അതുകൊണ്ട് മാക്സിമം അതിന്റെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇതാക്കി വെച്ചിട്ട് വേണം നമുക്ക് അതിന് പെരട്ടി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാം. നല്ലോണം ഇളക്കി ചേർക്കണം. അപ്പോൾ നമുക്ക് ഉരുളിയിലൊക്കെ ആകുമ്പോൾ നല്ല വിസ്തരിച്ച് ഇങ്ങനെ ഇളക്കി നമുക്ക് ചേർത്ത് പോകാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്ക് ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ചിക്കനൊക്കെ വേവാൻ 10-15 മിനിറ്റൊക്കെ മതിയാവും. അപ്പം നമുക്കൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മുടെ മാതിക്കുട്ടന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ നമ്മൾ ഓൾറെഡി അത് ആവാനായിട്ട് വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. അതിന് മുമ്പ് ഒരാളെ കൂടി ഒന്ന് ചോട്ടാ. വരൂ കുഞ്ചു വരൂ. എന്റെ അമ്മേ കുഞ്ചു സെൻട്രി. അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മള് ഒരു വിസിലടിച്ച് മാറ്റി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് പ്രഷർ പോയൊന്നും നമ്മള് നോക്കിയില്ല. പിന്നെ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്മെല്ലുണ്ടോടാ? നല്ല നല്ല വാസന ഉണ്ടല്ലേ. ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ട ഇപ്പൊ കറക്റ്റ് നമ്മൾ അത്രയും നേരം അത് ഫ്രൈ ഇത് ചെയ്തത് കൊണ്ട് കണ്ട ചോറൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർക്ക് വെച്ചൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ അടിയിലിരിക്കുന്ന ചോറ് ചിലപ്പോ അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോ ഈ ഏറ്റവും അടിയിൽ ചൂട് കൂടുതൽ വന്നിട്ടേ അതൊക്കെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു നമ്മുടെ സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മണത്തടാ. അതിലെ കുറച്ച് ഇടണം നമുക്ക്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ഒരു ശകലം നെയ്യും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കണം. നെയ്യ് മാതുക്കുട്ടനെ എടുക്കാനായിട്ട് കട്ടിന്മ പോയി കിടന്നിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ടങ്ങള്. അപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പറ്റണതും വരാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം. ഞാനും ഹസ്ബൻഡും കൂടി 3-4 ദിവസം മുമ്പാണ് എത്തിയത്. നമുക്കിത് ഒന്നും കൂടി അടച്ചു വെക്കാം. അപ്പൊ അങ്ങനെ ഈ റൈസ് വേവൊക്കെ കറക്റ്റ് ആയി. സുഹൃത്തുക്കളെ, ഈ റൈസ് റെഡി ആയിരിക്കുന്നു. പിന്നെ നമുക്ക് ചിക്കന്റെ അവസ്ഥ എന്തായാലും നോക്കാം. ചിക്കനോ കേട്ടാ തുറക്കുമ്പോ നല്ല സ്മെല്ലുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയൊക്കെ നമുക്ക് ചേർക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കളറിനൊക്കെ വേണ്ടിയിട്ടേ അതിനാകുമ്പോ എരിവ് കുറവായിരിക്കുമല്ലോ. ഇതിപ്പോ ലാസ്റ്റ് വെള്ളം വറ്റി കഴിയുമ്പോ നമുക്ക് വെള്ളം വറ്റി കഴിഞ്ഞ് ഒന്നും കൂടി ഇളക്കി ഉള്ളിയൊക്കെ ഒന്നും കൂടി പേസ്റ്റ് ആവണം. അതാണ് അതിന്റെ ഒരു പാകം. അല്ല, ഇൻ കേസ് കാശ്മീരി ചില്ലി ഇനി ഇടണം എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം വറ്റി കഴിയുമ്പോ ഇടാലോ? അല്ല, ഇപ്പൊ വേണമെങ്കിൽ ഇടാം. നമുക്ക് കളർ ഇത്തിരി വേണോ? ഇടണോ? ഇച്ചിരി കളർ വേണം. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി ആ പൊടി ഇടാം. അപ്പൊ ഇതില് നമ്മള് ഞാൻ പറഞ്ഞില്ലേ അവിടെ വീട്ടിലൊക്കെ പണ്ട് ചെയ്യണ സമയത്ത് നല്ലോണം കൊല്ലമുളകും മല്ലിയൊക്കെ വറുത്ത് പൊടിച്ചാണ് ഉണ്ടാക്കണം. അപ്പൊ അതിന് നല്ല എരിവാ. കുരുമുളകും എല്ലാം നല്ല എരിവും കളറും ഇങ്ങനെ വറുത്ത് പിടിക്കുമ്പോൾ അറിയാലോ നമുക്ക് അങ്ങനെ ഒരു കളറാ. എന്നിട്ട് ഇതിന്റെ കൂടെ പിടി എന്ന് പറഞ്ഞൊരു ഇതാണ് ഉണ്ടാക്കണത്. അത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കണതാ. അപ്പൊ അതും ഇതും കൂടിയാണ് കോമ്പിനേഷൻ. ഒരുപാടൊക്കെ എരിവായാലും കുഞ്ചൂസിനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഉപ്പൊക്കെ പാകാണ് കേട്ടോ, ഞാൻ നോക്കി. ഇതിൽ പിന്നെ ഞാൻ ആ ചിക്കന് പുരട്ടിയ സമയത്ത് ഒരു ശകലം ചിക്കൻ മസാലകൾ ചേർത്തിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു എന്നാണ് ഓർത്ത് തോന്നുന്നത്. പുരട്ടിയിരുന്നു. അപ്പം ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഒരുപാട് മുമ്പിട്ട് നിൽക്കരുത്. അപ്പം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, പഴയ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ മസാല മുമ്പിട്ട് നിന്നാൽ. പിന്നെ ഇതിങ്ങനെ ഇളക്കി കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ ഉള്ളിയൊക്കെ പേസ്റ്റ് ആവും. ആ ചെറിയുള്ളിയും ഇതിന്റെ ഹൈലൈറ്റ്, ഏറ്റവും ഹൈലൈറ്റ്. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക്. ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാനുള്ള സമയവും പിന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരാനുള്ളൊരു സമയവും. അപ്പം അത് ഇത്തിരി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കത് ഉള്ളി പൊളിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു ടഫായിട്ടുള്ളതെന്ന് പറയാനായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇന്നിവിടെ ഇച്ചിരി മെനക്കെട്ടാ മതി, നല്ല അടിപൊളി സാധനം കഴിക്കും. അച്ഛനും അമ്മയും മണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോ മുതല് നമ്മള് പ്ലാൻ ചെയ്തു തുടങ്ങി പല കാര്യങ്ങളും. വീഡിയോസ് എങ്ങനെ എടുക്കണം, ട്രാവൽ വീഡിയോസ്. അപ്പൊ അത് കാരണം സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, റോഡ് ട്രിപ്പ് തന്നെ വലിയ ട്രിപ്പാ. അപ്പൊ നമ്മുടെ വണ്ടിക്കല്ല പോണത്. അപ്പൊ നമ്മളത് വണ്ടിയൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. ഒരു വാൻ പോലത്തെ ഒരു വണ്ടിയൊക്കെ എടുത്താണ് നമ്മള്
അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണ ട്രിപ്പുകളാണ് അത്. അതൊരു 2 ആഴ്ച നീണ്ടു നിൽക്കണ പോലത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണത്. കണ്ട അത് നല്ലോണം ഡ്രൈ ആയി. ഇതാണ് ഇതിന്റെ ഒരു ഇതണ്ട കൺസിസ്റ്റൻസി. നമുക്ക് ഗ്രേവി ആയിട്ടല്ല, അപ്പത്തേക്കും കണ്ട നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ അതിലേക്ക് നല്ലോണം പേസ്റ്റായി എല്ലാം അതിലേക്ക് ചേർന്ന് നല്ല ഡ്രൈ ആവണം. അപ്പൊ അതിന് നമ്മൾ ചിക്കനിൽ പുരട്ടി വെക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, വെള്ളം ഊറ്റിക്കളഞ്ഞ്. അതെ. പിന്നെ ഇത് കുറച്ച് സമയം ഇരിക്കണം. എന്തിനും പണ്ട് പറയും, അമ്മയൊക്കെ പറയും, ഒരു പാത്രപാകം ഉണ്ട്, കുറച്ച് സമയം ഇരിക്കണം. ഇന്നിപ്പോ ഇവിടെ അതിനുള്ള സമയം ഉണ്ടോന്ന് തോന്നണില്ല. ഇന്നതിനുള്ള സമയം കിട്ടാന്നറിയില്ല. അതെ. ഇപ്പൊ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗീ റൈസും ഇതും എടുത്തിട്ട് നമ്മുടെ കുഞ്ചൂസിനെ വിളിക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാനായിട്ട്. ടേസ്റ്റിംഗ് സെറമണി. ഓ കൊതിയോണേ. ഞാൻ പോയി തൈര് എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, നമുക്ക് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് തൈര് കൂട്ടാം. ഓ എന്റെ കളറൊക്കെ വായിലിങ്ങനെ വെള്ളം വന്നിട്ടുണ്ടല്ലോ. സൗണ്ടൊക്കെ എല്ലാവർക്കും. എന്റെ വായിലൊക്കെ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. നോക്കൂ, ചൂടുണ്ട് കേട്ടാ. ഓ എന്റെ അമ്മ വായില് വെള്ളം നിറഞ്ഞിട്ട് പ്രശ്നമില്ല. ഓ നല്ല ചൂടാട്ടോ. ചൂടാറി ഒന്ന് സെറ്റ് ആയിരിക്കണം. സവാള റൈസ് എല്ലാം വേവും ഉപ്പും എല്ലാം, നെയ്യിന്റെ ടേസ്റ്റ് ഒന്നും ഓവറായിട്ടില്ല. ഇപ്പൊ പറയാ ഞാൻ സവാള സവാള ഇട്ടോ. ചിക്കൻ എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ, ഭയങ്കര ടേസ്റ്റാ. ചിക്കൻ ഏകദേശം അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ചിക്കൻ സൂപ്പർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ തേങ്ങാക്കൊത്ത് ഇതുണ്ട്, ഇതിന്റെ ഉള്ളിയാണ് ഇതിപ്പോ മുഴുവൻ പിടിച്ചിരിക്കണത്. കണ്ടാ, ഉള്ളിയും ഇതിന്റെ ഇതും ഗ്രേവിയും. വേറെ നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഈ ചെറിയ ഉള്ളിക്കൊരു ചെറിയ മധുരമുണ്ട്. അതും കൂടി ആ എരിവില് വരുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ്. അതുപോലെ അതിന്റെ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോ അതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകമായിട്ട്. ഏതായാലും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിള്ളേരാണെങ്കിൽ ഇത് കഴിക്കാൻ ആഗ്രഹമായിട്ടിരിക്കുന്നത്. മസ്റ്റ് ട്രൈ ആണ്ടാ, മസ്റ്റ് ട്രൈ. കിഡില്ല സാധനമാണ് ഇത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതല്ല തേങ്ങാക്കൊത്തൊക്കെ ഇത് ഇപ്പൊ നമ്മള് പച്ച തേങ്ങയാണെങ്കിൽ കുറെ കൂടി ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയ തേങ്ങാക്കൊത്ത് വെച്ചാണ് നമ്മള് ഗീ റൈസും അതെട്ടോ സൂപ്പറാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണം താഴെ. എളുപ്പമാണ്. നമുക്ക് വേറെ ഒരുപാട് പാത്രങ്ങളൊന്നും മാറി മാറി യൂസ് ചെയ്യണ്ട. മുഞ്ചു എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഗീ റൈസിന്റെ ഫാനാണ് കുഞ്ചു. അച്ചാമ്മയുടെ ഗീ റൈസ്, ചിക്കൻ കറിയും സൂപ്പർ. കലശൻ ചിക്കൻ. അതെ. അപ്പൊ ഇതുപോലത്തെ കിച്ചണിന്ന് വരുന്ന വീഡിയോസിന് ഇതുപോലെ വെറൈറ്റി ആയിരിക്കും. ഇതുപോലെ നമ്മളുടെ സാധാരണ ഇത് അങ്ങനെ സാധാരണയായിട്ട് ഉണ്ടാക്കണില്ല. ഇപ്പൊ എന്താ പറയാ, ചെമ്മീനും മാങ്ങയും ചക്കക്കുരു അങ്ങനെയൊക്കെ. അതൊക്കെ അത് സർപ്രൈസ്. കലശൻ ചിക്കൻ ഒന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തായാലും നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ അത്. അപ്പൊ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ. താങ്ക് യു. നിന്നെ കോരി